ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് ഞാൻ നമ്മുടെ പഴയ സ്കൂളിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ കൂട്ടുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ സൈക്കിൾ എങ്ങനെ ഇവിടേക്ക് തെറിച്ചു? ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, നമ്മുടെ കൂട്ടുകാർ വിളിച്ച് പറഞ്ഞായിരുന്നു ഇന്ന് നമ്മുടെ പഴയ കൂട്ടുകാരന്മാരും അതേപോലെ തന്നെ ടീച്ചേഴ്സും തമ്മിലൊരു മീറ്റപ്പ് ഉണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ സൈക്കിളാണെന്ന് വിചാരിച്ച് നിങ്ങൾ നോക്കണ്ട ഗൈസ്. എൻ്റെ കോളേജിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ എൻ്റെ ബൈക്കുമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ബൈക്കില്ലാത്തത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇതെൻ്റെ പണ്ടത്തെ 2 സൈക്കിളാണ്. അപ്പോൾ അതിലത്തെ ഒരു സൈക്കിൾ ഞാൻ എടുത്തിട്ട് ഇനിയിപ്പോൾ നേരെ നമ്മുടെ കോളേജിലോ അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ആ ഒരു പരിസരത്തേക്കല്ല പോകുന്നത്, നമ്മുടെ ടീച്ചറിൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കാണ്. ടീച്ചറിൻ്റെ വീടിൻ്റെ ചുറ്റും കുറേ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം അവിടെ എത്തിയിട്ട്. ഗൈസ്, ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ അകത്താണ് മീറ്റപ്പ് നടക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും ആരുമില്ല ഗൈസ്. എടാ ഗൈസ്, ഇവന്മാർ പറ്റിച്ചാണ്. ഷെടാ ഗൈസ്, ആകെപ്പെട്ട് ഇവന്മാർ പറ്റിക്കായിരുന്നു. ഞാനും വിചാരിച്ച് എന്ത് പുതിയ ഗൈസ്. അതാണ്ട് ഒരുത്തൻ വിളിക്കുന്നുണ്ട് ഗൈസ്. അവന്മാർ പറഞ്ഞ് വെച്ച് കഴിയുന്നതിന് മുമ്പ് സോംബി ആക്രമിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ സോംബിയുടെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. സോംബി ഇറങ്ങിയിട്ടുണ്ടെന്ന് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ന്യൂസ് ഇന്ന് രാവിലെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നും നോക്കാറുണ്ട്, പക്ഷേ ഇന്ന് മാത്രം നോക്കിയില്ല ഗൈസ്. അപ്പോൾ ഇന്ന് സോംബിയുടെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അവർ മീറ്റപ്പ് ഒഴിവാക്കി. അപ്പോൾ എൻ്റെ ഫോണിൽ അടിച്ചിട്ട് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇനി എന്തായാലും സീനില്ല, നമുക്ക് എന്തായാലും വീട്ടിൽ പോകണം ഗൈസ്. ഇല്ലെങ്കിൽ ഞാൻ ഇവരെ കൂട്ടത്തിൽ സോംബിയെ നടക്കേണ്ടി വരും. തോണ്ട സോംബിയുടെ മാന്തൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. എത്രയും വേഗം ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ഞാൻ എന്തായാലും ഈ ഷോർട്ട് കട്ട്, എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതിൽ കൂടെ കയറി നേരെ വീട്ടിലേക്ക് ചാടാൻ മതിയായിരിക്കും നല്ലതില്ലെങ്കിൽ ഈ മാറക്കൂട്ടത്തിൽ ഞാൻ നടക്കേണ്ടി വരും. അതിനു മുമ്പ് ഗൈസ്, നമ്മുടെ ചാനൽ 6K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 7K ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് ചിപ്പി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ചിപ്പി വേഗം പോവുകയും ചെയ്തു. അവൻ ജസ്റ്റ് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാട്ടോ, എപ്പോഴും വരും. അപ്പോൾ അവനോട് ഞാൻ വീഡിയോക്ക് നിൽക്കാൻ പറഞ്ഞപ്പോൾ അവൻ മൈൻഡ് ചെയ്തില്ല ഗൈസ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അടുത്ത 7K നിങ്ങളാക്കിയാൽ നമ്മളെ ചിപ്പീനെയും കൊണ്ടും അതേപോലെ തന്നെ ചിപ്പീൻ്റെ പുതിയൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ചിപ്പി പറഞ്ഞത് 7K ആകുമ്പോൾ അവനും അവൻ്റെ ഫ്രണ്ടുമായിട്ട് വരാമെന്നാണ്. അപ്പോൾ അന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും ഇനി സൺ സിറ്റിയിലേക്കോ അല്ലെങ്കിൽ നൈറ്റ് സിറ്റിയിലേക്കോ പോകേണ്ടി വരും. വേറെ വഴി എനിക്ക് കാണുന്നില്ല ഗൈസ്. ഞാൻ എന്തായാലും ഇനി നമ്മുടെ സൺ സിറ്റിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ നൈറ്റ് സിറ്റിയിലേക്കോ ഞാൻ ഹെലികോപ്റ്ററിൽ പോവുകയാണ്. അതേന്നില്ല എനിക്കിനി വഴി ഗൈസ്. ഇനി ഇവിടെ വന്നാൽ ഞാൻ ഇവരെ കൂട്ടത്തിലാകും. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടുന്ന് എന്തായാലും പോവുകയാണ് ഗൈസ്. ഹെലികോപ്റ്റർ എടുത്തിട്ട് പോവുകയാണ് നേരെ ഗൈസ്. ഞാൻ അങ്ങനെ സൺ സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഞാൻ എന്തായാലും ഇനി നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നമുക്കൊരു ഫോം ഫില്ല് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ സൺ സിറ്റിയിലോ അല്ലെങ്കിൽ നൈറ്റ് സിറ്റിയിലോ പോകാം ഗൈസ്. ഒയ്യോ, ലാൻഡിൻ്റെ മുമ്പ് കാട് തെറ്റി പെട്ടു ഗൈസ്. ബാക്കിൽ സോംബിയാണ്. ഗണ്ണെടുത്തോ, ഫയർ ചെയ്തോ, അത്രേ ഉള്ളൂ ഇനി നടക്കുക. താണ്ട് ഞാൻ പറഞ്ഞില്ല ഗൈസ്, സോംബിനെ ഞാൻ കണ്ടു. ഇതെന്താ ചാവാത്ത്? ചാകട. ചത്ത് ഗൈസ്. എൻ്റെ ഹെൽത്ത് ആകെ എത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവനെ കൊല്ലാൻ കാരണം കേട്ടോ. ഇത് ഈ പോലീസ് സ്റ്റേഷനിൽ ഞാൻ എന്തായാലും ഒരു പൾസർ എടുത്തിട്ടാണ് പോകുന്നത്. എന്നോട് ഹെലികോപ്റ്ററിൽ പോകണ്ടെന്നാണ് പറഞ്ഞത് പോലീസുകാർ. അപ്പോൾ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് പോകാം ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ പ്ലെയിൻ എടുക്കാം. അത് കൊള്ളാം ഗൈസ്. ഞാൻ കഴിഞ്ഞ വട്ടം നൈറ്റ് സിറ്റിയിലേക്ക് പോയപ്പോൾ പ്ലെയിൻ എടുത്തിട്ടാണ് പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ പ്ലെയിൻ കേട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇനി ഞാൻ ഒരു ടൈമും ഞാൻ കാത്തു നിൽക്കുന്നില്ല. ഇനി ഒരേ ഒരു ചാൻസേ ഉള്ളൂ നമുക്കിനി കാണുന്നത്. അപ്പോൾ ഇനി നേരെ നമുക്ക് നമ്മുടെ സൺ സിറ്റിയിലേക്കാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നൈറ്റും ഉണ്ട് അതുപോലെ തന്നെ ഡേയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ അതേപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ ഗൈസ്. ഇവിടെ ഒന്നും സോംബീസ് ഇല്ല.
ഗൈസ് ഇവിടെ ഒന്നും സോംബീസ് ഇല്ല കേട്ടോ. അതെന്ത് ഇതാണ്ട് പ്ലെയിൻ